കേരളത്തിന്റെ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബീഡിന്റെ ആവശ്യത്തിനെതിരെ CPIM രംഗത്ത്. ആവശ്യത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമാണെന്ന് P. രാജീവ് പ്രതികരിച്ചു. സ്വബോധമുള്ള ആരും തലസ്ഥാനം മാറ്റണമെന്ന് പറയില്ലെന്നായിരുന്നു MM മണിയുടെ പ്രതികരണം. തലസ്ഥാന മാറ്റത്തോട് സർക്കാർ യോജിക്കുന്നില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടിയും വ്യക്തമാക്കി. അദ്ദേഹം എറണാകുളത്ത് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്ന അപക്വമായിട്ടുള്ള ചില നിലപാടുകളാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ അതിനകത്ത് കാണേണ്ടതുള്ളൂ. മിനിസ്റ്റർക്ക് ഇക്കാര്യത്തിൽ ഒരു എറണാകുളം വികാരമുണ്ട്. അല്ല, നമ്മൾ കേരളത്തിന്റെ മന്ത്രിയല്ലേ, പൊതുവെ ഇതെല്ലാം നമ്മൾ സെറ്റിൽഡായ ഒരു പൊസിഷനല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. ആവശ്യമില്ലാത്തൊരു ചർച്ചയ്ക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ടതില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എറണാകുളത്ത് തന്നെ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ട് കണ്ടാൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. തിരുവിതാംകൂറിൻ്റെ കാലം മുതൽ, രാജഭരണ കാലം മുതൽ, അതിനുശേഷം ജനായത്ത ഭരണം വന്നപ്പോഴും എന്നും നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. എല്ലാവിധ സ്ഥാപനങ്ങളും ഇവിടുന്ന് തലസ്ഥാനം മാറ്റണമെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളിന് അയാളെ നല്ല വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിവിടെ തന്നെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനാണ് ഇത് നോക്കുന്നത്. ഇവിടെ ഉള്ള ആളുകളെ മുഴുവൻ എതിരാക്കുക. ഇവിടെ എത്രയോ സ്ഥാപനമുണ്ട് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ സ്വബോധമുള്ളവരാരും പറയുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന ഗവൺമെൻറ് അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവരെ. അപ്രായോഗികവും അതുപോലെ തന്നെ ഒരു പക്വതയില്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനമായി പോയി അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം. ശശി തരൂർ പാർലമെൻറ്റ് മെമ്പറും അതുപോലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഈ ഐബിഡിൻ്റെ ഈ സമീപനത്തെ സംബന്ധിച്ചിടത്തോളം നയം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. തരൂരൊക്കെ തള്ളിയിട്ടുണ്ട് എന്തായാലും. ഇപ്പം അങ്ങനെ ഒരു ആവശ്യം അതിൽ പ്രായോഗികതയില്ല എന്നുള്ള നിലപാട് തരൂരെല്ലാം ശക്തിയായിട്ട് പരസ്യമായിട്ട് പറഞ്ഞ് അതിൻ്റെ കുറച്ചുകൂടെ നയം വ്യക്തമാക്കട്ടെ. അല്ലാതെ വെറുതെ അവിടെ എന്തുള്ളാതെ ഇവിടെ എന്തുള്ള പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ.